രൂപയ്ക്ക് വിൽക്കുന്ന ഈ മുട്ടോംലെറ്റ് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ജാക്ക് അത് പരിശോധിച്ചപ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു മാമ്പഴം കൊണ്ടും വെളുത്ത ഭാഗം തേങ്ങാപ്പാൽ കൊണ്ടുമാണ് ഉണ്ടാക്കിയതെന്ന് അവന് മനസ്സിലായി. അടുത്ത വിഭവം അതിലും വിചിത്രമായിരുന്നു. അത് കാണാൻ കൃത്യം ഒരു ചെടി പോലെയായിരുന്നു. അപ്പോൾ റെസ്റ്റോറന്റ് മാനേജർ അഭിമാനത്തോടെ വന്നു പറഞ്ഞു, ഇത് ഞങ്ങളുടെ 10,000 രൂപയുടെ സാലഡാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. എന്നാൽ ജാക്ക് ആ സാലഡ് കയ്യിലെടുത്ത് അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ വന്നത് മാന്ത്രിക വിദ്യകൾ കാണാനല്ല, യഥാർത്ഥ ഭക്ഷണം കഴിക്കാനാണ്. മുതലാളിക്ക് അതിൽ ഒട്ടും പരിഭവം തോന്നിയില്ല. അദ്ദേഹം തന്റെ ശേഖരത്തിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ജാക്കിനോട് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കാണിച്ചു തരൂ. ജാക്ക് തന്റെ പാചക കൈപുണ്യം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. വില കൂടിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ലളിതമായ സാധനങ്ങൾ കൊണ്ട് അവൻ പാചകം ആരംഭിച്ചു. അവൻ ഉള്ളിത്തണ്ട് ചെറുതായി അരിഞ്ഞ് എണ്ണയിലിട്ടു. പിന്നീട് ബീഫ് നേർത്ത കഷ്ണങ്ങളായി മുറിച്ച് ഗ്രില്ല് ചെയ്തു. ശേഷം അതിനു മുകളിൽ എള്ളെണ്ണയും ജീരകവും മസാലകളും ചേർത്തു. മിനിറ്റുകൾക്കുള്ളിൽ സുഗന്ധം പരത്തുന്ന രുചികരമായ ഒരു വിഭവം തയ്യാറായി. പക്ഷെ മുതലാളി ഒരു ബീഫ് ചെറുതായി ചുട്ടെടുത്തു. അതിനാൽ അതിന്റെ ഉൾഭാഗം അധികം വേവാതെ തന്നെയിരുന്നു. അവൻ ബീഫ് കഷ്ണങ്ങൾ ഒരു ഫോർക്കിൽ വെച്ച് പച്ചിലകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു. തുടർന്ന് ഒരു മരക്കഷ്ണം കത്തിച്ച് കുറഞ്ഞ ചൂടിൽ 30 മിനിറ്റ് നേരം ഇറച്ചി പുകയിച്ചു. പരമ്പരാഗത ചൈനീസ് രീതിയിൽ തയ്യാറാക്കിയ ആ ബീഫ് അങ്ങേയറ്റം മൃദുവും രുചിയുള്ളതുമായിരുന്നു. എന്നാൽ ജാക്ക് ആ സ്റ്റീക്ക് കയ്യിലെടുത്ത് അതിന്റെ മണം ആസ്വദിച്ച ശേഷം ചമ്മിപ്പോയ ജാക്ക് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്നും നടന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.